ദൈവം എന്ന് പറയുന്ന ഒന്നുണ്ടെങ്കിൽ അത് CPM ആണ്. അന്നവസ്ത്രാദി ഒട്ടും മുട്ടാതെ തന്നോ രക്ഷിപ്പൂ നീ ഒന്ന് തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. വെള്ളാപ്പള്ളി നടേശൻ ഞെട്ടിയിരിക്കുകയാണ്. ശ്രീനാരായണ ഗുരു പറഞ്ഞതിനെ അതിൻ്റെ അർത്ഥമൊന്നും ഉൾക്കൊള്ളാതെ MV ജയരാജൻ എടുത്തിട്ട് അലക്കുകയാണ്. സത്യത്തിൽ MV ജയരാജൻ അടക്കമുള്ളവർ ദൈവമെന്നാണ് അദ്ദേഹത്തിന് പുതിയ കണ്ടുപിടുത്തം. എങ്ങനെ കാണുന്നു? അതായത് അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്ന് തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. ശ്രീനാരായണ ഗുരുവിൻ്റെ മഹത് വചനങ്ങളാണ് ഇത്, നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതിനെ MV ജയരാജൻ എടുത്തിട്ട് ഇത് വാക്കുകളൊക്കെ മാറ്റി, വരികളൊക്കെ മാറ്റി, ലിറിക്സൊക്കെ മാറ്റിക്കൊണ്ട് മറ്റൊരു തരത്തിലേക്ക് മാറ്റി ഈ ദൈവ അന്നവസ്ത്രം, പാട്ടുകളെ കവർ പേജ് ആക്കാം. അതെ അതെ. അപ്പോൾ ആഹാരവും വസ്ത്രവും ഒക്കെ നൽകുന്നത് CPM ആണ്, യഥാർത്ഥ ദൈവം CPM ആണെന്നാണ് ഇത്തരത്തിൽ MV ജയരാജൻ്റെ കണ്ടുപിടുത്തം. MV ജയരാജൻ എപ്പോഴും ഇത്തരത്തിൽ പല കണ്ടുപിടുത്തങ്ങളും നടത്താറുണ്ട്. അത് നമ്മൾ കേരളീയ പൊതുസമൂഹം കണ്ടിട്ടുണ്ട്, ചിരിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഇത്തരത്തിൽ പെൻഷനും കിറ്റും ഒക്കെ നൽകുന്ന CPM-നെ പുകഴ്ത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു ഇത് വന്നിരിക്കുന്നത്. ഈ MV ജയരാജനെയും EP ജയരാജനെയും P ജയരാജനെയൊക്കെ പിണറായി വിജയൻ ഒതുക്കി അതിൻ്റെ വിഭ്രാന്തി ഇവർക്കുണ്ട്. കാരണം തങ്ങൾക്കൊന്നും ആകാൻ കഴിഞ്ഞില്ല. ഇവർ അവിടുത്തെ വലിയ മുടിചൂടാ മന്നന്മാരായിരുന്നു, അവിടുത്തെ കണ്ണൂരിലെ ലോബിയിൽ പെട്ട. പക്ഷെ പിണറായി വിജയൻ വന്നതിന് ശേഷം ഈ 3 ജയരാജന്മാരെ ഒതുക്കി അത്തരത്തിലാക്കി മാറ്റി. അപ്പോൾ അതിൻ്റെ ഒരു വിഭ്രാന്തി അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അതാണ് അദ്ദേഹത്തിലൂടെ ഈ രീതിയിലൊക്കെ പുറത്തു വരുന്നത്. കാരണം മഹത്തായ ഗുരുദേവൻ്റെ സന്ദേശവും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മഹത് വാക്കുകളുമൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് അത് CPM ആണെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ MA ബേബിയെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ MA ബേബി പറഞ്ഞതുപോലെ ഒരുപാട് നാളായി ഒരു അധികാരവും ഒന്നും കിട്ടാതെ, ഒരു സീറ്റ് പോലും കിട്ടാതെ അദ്ദേഹം ഒതുക്കി അദ്ദേഹം ജീവിതത്തിൽ ഒരു വിഷാദ രോഗത്തിന് മന്ത്രിയായി എന്നുള്ളതല്ലാതെ ഒരു അതെ 2ാം മുണ്ടശ്ശേരി എന്നൊക്കെയാണ് സ്വയം അവകാശപ്പെടുന്നത്, മറ്റുള്ളവർ പറയുന്നതല്ല, സ്വയം അവകാശപ്പെടുന്നത്. അപ്പം അത്തരത്തിൽ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ നിരന്തരം ഇങ്ങനെ അവസരങ്ങളൊന്നും കിട്ടാതെ, യാതൊരു അധികാരവും ഒന്നും കിട്ടാതെ ഇരുന്നിരുന്ന് അദ്ദേഹം വിഷാദ രോഗത്തിന് അടിമപ്പെട്ടു. സ്വാഭാവികമായും അദ്ദേഹത്തിന് പെട്ടെന്നൊരു ഈ ജനറൽ സെക്രട്ടറി സ്ഥാനമൊക്കെ കിട്ടിയപ്പോൾ അത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വേറെ നിവർത്തിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇനി അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി ഇല്ലാതെ പാർട്ടി പോകേണ്ടി വരും. ആ ഒരു അവസ്ഥയിലേക്ക് എത്തി. കാരണം പിണറായി വിജയനാണ് എല്ലാത്തിൻ്റെയും കാരണഭൂതനാണ്, അദ്ദേഹം ക്യാപ്റ്റനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതെ കാരണം തിരുവാതിരയൊക്കെ ഇറക്കി, അത് നല്ല രസമായിരുന്നു കാണാനൊക്കെ. അപ്പോൾ അത്തരത്തിൽ ഒരു ഇതാണ്. എന്നാൽ ഇതിനെയൊക്കെ സ്വയം പുകഴ്ത്തുന്ന പാവപ്പെട്ട P ജയരാജൻ ഒരു പാട്ട് ഇറക്കിയിരുന്നു. അപ്പം P ജയരാജൻ ധീരസഖാവെന്ന് പറഞ്ഞ നല്ല രസമാണ് അത് കേൾക്കാൻ. പക്ഷെ അതിന്റെ ചെന്താരകം എന്നൊക്കെ പറഞ്ഞു നല്ല ആ പാട്ട് നമ്മൾ വല്ല ദുഃഖമൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഇരുന്ന് കേട്ടാൽ നമ്മുടെ ആ ദുഃഖങ്ങളൊക്കെ അങ്ങ് അലിഞ്ഞില്ലാതാവും. അപ്പൊ അതിനെ ശക്തമായി വിമർശിച്ചു, പാർട്ടി ശക്തമായി വിമർശിച്ചു. കാരണം ഇത് ഒരു വ്യക്തി പൂജ നടത്തുന്നു എന്നൊക്കെ പറഞ്ഞു. അവസാനം ഈ ജയരാജൻ ഇപ്പൊ ഈ പാട്ട് പോലും കേൾക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. പേടിച്ചിട്ടേ ജയരാജൻ രാത്രിയൊക്കെ 12 മണിക്കൊക്കെ ഇരുന്ന് ഈ പാട്ട് കേൾക്കുന്നത്. ഹെഡ്സെറ്റ് വെച്ചിട്ടാണ് കേൾക്കുന്നത്. കാരണം തൊട്ടടുത്തുള്ള ഭാര്യയും മക്കളും ആരെങ്കിലും കേട്ടാൽ പോലും പുള്ളിക്ക് പേടിയാ. കാരണം അത്രയും താക്കീതായിരുന്നു അന്ന് നൽകിയത്. അപ്പൊ അതുകൊണ്ട് ആ മനുഷ്യൻ, ആ പിണറായി തന്നെയാണ് ഇപ്പോൾ ഈ തിരുവാതിരയുമായി രംഗത്തിറങ്ങിയത്. പിന്നെ PK ശ്രീമതി എല്ലാം നന്നായിട്ട് തിരുവാതിര കളിച്ചു ആ പാട്ടിനൊപ്പം. നല്ല രസമായിരുന്നു അത് കാണാനായിട്ട്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായും നമ്മളെ ഈ CPM-ലെ വനിതാ നേതാക്കൾ നല്ല രസമാണ് അവര്. ഇപ്പൊ PK ശ്രീമതി ആണെങ്കിലും KK ശൈലജ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റേ ചിന്താ ജെറോം ആണെങ്കിലും അപ്പൊ അത്തരത്തിൽ ഒരുപാട് പേരുണ്ട് അതിനകത്ത്. അതെ അതെ അതെ. CS സുജാത, ഇവരെല്ലാം കൂടെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു പേടിയാണ് എല്ലാവർക്കും. കാരണം എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ പറ്റത്തില്ല. ഒരു വൻ ശക്തിയാണ് അവർ. ഒരു വനിതാ മതിൽ എന്നൊക്കെ പറയുന്നത്. അതെ അതെ. എന്ത് സ്ത്രീവിരുദ്ധ നടപടികൾ ഇവരുടെ ഈ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായാലും ഇവർ ശക്തമായി ഒരു മതില് പോലെ നിന്ന് അതിനെ നേരിടും. തീവ്രത അളക്കാനുള്ള വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ വനിതകൾക്കുൾപ്പെടെ അവരെല്ലാം ചേർന്ന് കളിച്ച തിരുവാതിരയാണ് ഈ കാരണഭൂതന്റെ തിരുവാതിര. അത് നല്ല രസമായിരുന്നു അത് കാണാൻ. അപ്പോൾ അത്തരത്തിൽ ഈ തിരുവാതിരയൊക്കെ കളിച്ച് അല്ലെങ്കിൽ അപ്പോൾ ഈ P ജയരാജൻ മനസ്സ് വിചാരിക്കും, ദൈവമേ ഞാൻ എന്തിനാണ് ഈ പാട്ട് വെറുതെ ഇത്രയും പാടുപെട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. കാരണം അദ്ദേഹം വളരെ അഭിമാനത്തോടെ കേട്ടിരുന്നതാണ്.
നമ്മൾ ഓരോരുത്തരും ഈ സമയത്ത് ഞാൻ സത്യം പറയാം, ഞാൻ എന്തെങ്കിലും ഒരു ദുഃഖം വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടെൻഷൻ വരുമ്പോഴോ ഈ കണ്ണൂരിൻ ചെന്താരകമല്ലേ എന്നുള്ള ആ പാട്ട്, ജയരാജൻ്റെ പാട്ടിരുന്ന് കേൾക്കാറുണ്ട്. അപ്പോൾ കേൾക്കുമ്പോൾ നല്ല റിലീഫ് നമുക്ക് കിട്ടും. തന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ മതി. എനിക്ക് വലിയ സങ്കടവും ദുഃഖവും ഒക്കെ വരുമ്പോ പിന്നെ ഈ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയൊക്കെ ചില സമയങ്ങളിൽ ഫീൽ ചെയ്യുമ്പോൾ ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫോട്ടോ എടുത്ത് കാണാം. അത് നല്ലതാണ്. അപ്പൊ ഞാൻ വിചാരിക്കും ഇതിനപ്പുറം ഒന്നും വരാനില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ പാട്ട് പോലും നിരോധിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വന്തം പാട്ട് അഭിമാന പുരസ്സരം ഇരുന്ന് കാഴ്ചവെക്കുകയാണ്. അത് പലയിടത്തും ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്, അതോടൊപ്പം ഇത് പ്രചരിപ്പിക്കുന്നുണ്ട്. സ്വാഭാവികമായും ഇത് ഈ ഒരാൾക്ക് മാത്രം ഒരു നിയമം എന്ന രീതിയിൽ, ഇപ്പോൾ വയസ്സാണെങ്കിലും 75 വയസ്സ് കഴിഞ്ഞ് ഇനി ഏതവനാണെങ്കിലും വേണ്ട, പക്ഷെ ഞാൻ വേണം. അതാണ് നിലപാട്. എനിക്കതൊന്നും ഒരു ബാധകമേ അല്ല. അപ്പൊ ദൈവം തന്നെയാണത്. ദൈവത്തിന് മാത്രമല്ല അങ്ങനെ ചെയ്യാൻ പറ്റും ഒരിക്കലും, അല്ലാതെ ഒരു മനുഷ്യന് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ കഴിയില്ല. കാരണം പാർട്ടിയുടെയാണ് ഈ പ്രായപരിധി, പാർട്ടിയുടെയാണിത്, പോളിറ്റ് ബ്യൂറോയുടെയാണിത്, ഇതെല്ലാം പിണറായി വിജയനാണ്. MA എടുത്ത് ഇവിടെ വരാൻ പറഞ്ഞാൽ ഓടിയെത്തും പുള്ളി. അത് ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് MA ബേബി പോലും പറയുന്നത് യേശുക്രിസ്തു ജീവിച്ചിരുന്നെങ്കിൽ എന്ന്. കാരണം യേശുക്രിസ്തുവിന്റെ അവസ്ഥയാണ്, കുരിശു ചുമക്കുവാണ് അത് ആ മനുഷ്യനെ. കാരണം ഇത് ചുമന്ന് അദ്ദേഹത്തെ ദുഃഖവെള്ളിയിൽ കൊല്ലുകയാണ്. കാരണം ഒരു പാർട്ടി സെക്രട്ടറി ആയിട്ട് ഇരുന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ധന്യെ പിടിച്ച് ഒരു ജില്ലാ കളക്ടറാക്കി, പക്ഷെ ഒന്നും ചെയ്യരുത്. അതെ, ആ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോഴത്തേക്ക് യേശുക്രിസ്തു അനുഭവിച്ചത് ഇത്ര പീഡനമല്ല, അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് യേശുക്രിസ്തു ആയിരുന്നെങ്കിൽ, അതായത് പുള്ളി സ്വയം യേശുക്രിസ്തു ആവുകയാണ്. ആ കുരിശു ചുമന്ന അല്ലെങ്കിൽ കുരിശിൽ തറച്ച യേശുക്രിസ്തുവായി മാറിയിരിക്കുകയാണ് MA ബേബി. അപ്പൊ MA ബേബിയെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തു അനുഭവിച്ച അത്രയും ത്യാഗമാണ് അദ്ദേഹം അനുഭവിക്കുന്നത്. അതാണ് അദ്ദേഹത്തിലൂടെ അറിയാതെ പുറത്തു വന്നത്. കാരണം ഇത്രയും വായിക്കുകയും ഇത്രയും ബൗദ്ധികമായി ചിന്തിക്കുകയും ചെയ്യുന്ന ചില മനുഷ്യർക്ക് അവരായി തീരാനുള്ള ഒരു കഴിവുണ്ട്. ചിലതൊക്കെ പറയണം, പക്ഷേ പിന്നീട് വരുന്ന ഭവിഷ്യത്തുകൾ ഓർക്കുമ്പോഴാണ് അദ്ദേഹം. പക്ഷെ ഏതെങ്കിലും ഒരു അവസരത്തിൽ പൊട്ടിത്തെറിച്ചാൽ അതൊരു വല്ലാത്ത പൊട്ടിത്തെറി ആയിരിക്കും. കാരണം തകർന്ന് തരിപ്പണമായി പോകും. അത് ആ രീതിയിൽ അദ്ദേഹം അനുഭവിക്കുന്നുണ്ട്. അതാണ് ആ രീതിയിൽ അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പേടിയുണ്ട്, പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ബാക്കിൽ. അപ്പൊ ഈ പിണറായി എന്നൊരു വാള് MA ബേബിയുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുകയാണ്. അതുകൊണ്ട് ഏത് സമയം ആ വാൾ പൊട്ടി വീഴാം. അതുകൊണ്ടാണ് അദ്ദേഹം പേടിച്ച് വിറച്ച യേശുക്രിസ്തുവിനെ പോലെ അദ്ദേഹം ഇരിക്കുന്ന. യേശുക്രിസ്തു ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി ആവുമെന്ന് പറയുന്നത് ഞാനൊരു യേശുക്രിസ്തുവാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി എന്തെങ്കിലും ഉയർത്തെഴുന്നേൽക്കുമോ എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അദ്ദേഹം കഴിയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ME ജയരാജൻ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ ഈ പാർട്ടി സ്തുതികളും ദൈവവും ഒക്കെ പറഞ്ഞുകൊണ്ട് അവർ ഈ പറയുന്ന ഈ അവരുടെ ഉള്ളിലെ ഈ വികാരങ്ങളെ അല്ലെ ഫ്രസ്ട്രേഷനെ എല്ലാം മറയ്ക്കാൻ ശ്രമിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ മറ്റ് പിണറായി വിജയൻ്റെ മന്ത്രിസഭയിലുള്ള മറ്റു മന്ത്രിമാരും എല്ലാം ഈ നമ്മൾ ദിലീപിൻ്റെ മൈ ബോസ് എന്ന് പറഞ്ഞ സിനിമയിലെ പോലെ ചിലപ്പോൾ ഈ രാത്രി വീട്ടിൽ വന്നിട്ട് ബാത്റൂമിൽ കയറി ബക്കറ്റൊക്കെ അടിച്ച് പൊട്ടിക്കും. പിണറായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അല്ലാതെ പ്ലാൻ ബി എന്ന് പറഞ്ഞ് ഇത് മറ്റേ ബാലഗോപാൽ പറഞ്ഞല്ലോ. ബാലഗോപാൽ പറഞ്ഞ് ഇനി രാജ്യം ഇതിലും കൂടുതൽ ധനപ്രതിസന്ധിയിലേക്ക് പോയാൽ പ്ലാൻ ബിയിലേക്ക് നമ്മൾ പോകേണ്ടി വരുമെന്ന്. അപ്പോൾ പ്ലാൻ ബി എല്ലാവരും അന്വേഷിച്ചു. ബി എന്ന് പറയുന്നത് ബക്കറ്റാണ്. പ്ലാൻ ബി എന്ന് പറഞ്ഞാൽ ബക്കറ്റ് വരും എന്നുള്ള രീതിയിൽ അന്ന് ഒരു തമാശ രൂപത്തിൽ പറഞ്ഞെങ്കിൽ പോലും അത് വളരെ സീരിയസ് ആയി ചിന്തിക്കേണ്ട ഒന്നാണ്. ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്.